കർത്താവിൻ്റെ വിലപ്പെട്ട നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ വചനം പങ്കിടുവാൻ ലഭിച്ചിരിക്കുന്ന ഈ നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ച കൂടെ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സ്വർഗീയ കൃപകളും അനുഗ്രഹങ്ങളും സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി നൽകി തരുവാൻ കർത്താവ് സഹായിച്ചു. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ പല തരത്തിലുള്ള പ്രതിസന്ധികൾ കഴിഞ്ഞ ദിവസമൊക്കെയും ഉണ്ടാകുവാൻ ഇടവന്നു. അതിൽ അനേക രാജ്യങ്ങളും അനേക പ്രിയപ്പെട്ടവരും അതീവ ദുഃഖത്തിലായിരുന്നു. ചില ദിവസങ്ങൾക്ക് മുമ്പ് ഫിലിപ്പീൻസിലുണ്ടായ മഴക്കെടുതി നിമിത്തം ധാരാളം നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി നമുക്ക് അറിയുവാൻ സാധിച്ചിട്ടുണ്ട്. അനേക പ്രിയപ്പെട്ടവർ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു, കൃഷിനാശങ്ങൾ സംഭവിച്ചു, അപകട മരണങ്ങൾ സംഭവിച്ചു. അങ്ങനെ ആ രാജ്യവും വല്ലാത്ത ബുദ്ധിമുട്ടിൽ കൂടെ കടന്നുപോയി. മാത്രമല്ല, മറ്റു പല ഇടങ്ങളിലും പല സംസ്ഥാനങ്ങളിലും ചുഴലിക്കാറ്റിന്റെ പ്രയാസവും മറ്റു നിലയിലുള്ള ബുദ്ധിമുട്ട് നിമിത്തം ധാരാളം പ്രയാസങ്ങൾ സംഭവിച്ചതായി മനസ്സിലാക്കുവാൻ സാധിച്ചു. ഇന്ത്യയുടെ ചില സംസ്ഥാനങ്ങളിലും വൻ നാശങ്ങൾ സംഭവിച്ചു. ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീടുകൾ നഷ്ടപ്പെടുകയും ആളപായങ്ങൾ സംഭവിക്കുകയും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ചില സംസ്ഥാനം ആകത്തക്ക രീതിയിൽ ബുദ്ധിമുട്ടിൽ കൂടെയാണ് കടന്നുപോയതെന്ന് നാം തിരിച്ചറിയുന്നു. വെട്ടുക്കിളിയുടെ വല്ലാത്ത വരവ് പലയിടങ്ങളിലും കൃഷിനാശത്തിന് ഇടവരുത്തിയെന്ന് മാധ്യമങ്ങൾ പരക്കെ റിപ്പോർട്ട് ചെയ്യുവാൻ ഇടയായിത്തീർന്നു. പലയിടങ്ങളിലും രാജ്യങ്ങളിലും വെട്ടുക്കിളിയുടെ ശല്യങ്ങളും കൃഷിനാശവും അനേകരെ ഭയപ്പെടുത്തുന്ന വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. യുദ്ധത്തിന് വേണ്ടി ചില രാജ്യങ്ങൾ മുൻപോട്ട് വന്നിരിക്കുകയാണ്. ഇന്ത്യയോട് യുദ്ധം ചെയ്ത് ഇന്ത്യക്കൊരു ബുദ്ധിമുട്ടിലേക്ക് വഴിതിരിക്കുവാൻ വേണ്ടിയുള്ള ചൈനയുടെ കടന്നാക്രമണം ലോക നേതാക്കന്മാരുടെ ഇടയിൽ തന്നെ ചർച്ചാ വിഷയമായി തീർന്നിരിക്കുകയാണ്. കോവിഡ്-19 ബുദ്ധിമുട്ടുകൾ ആഗോള വ്യാപകമായി കടുത്ത പ്രതിസന്ധികളും സാമ്പത്തിക നഷ്ടങ്ങളും ആൾനാശമൊക്കെ സംഭവിച്ച വല്ലാത്ത സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ അനേക രാജ്യങ്ങൾ കടുത്ത പ്രതിസന്ധി അനുഭവിക്കുന്നുവെന്ന് നാം ഓരോരുത്തരും ഓരോ ദിവസവും വളരെ വ്യക്തമായ നിലയിൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ലോകചരിത്രത്തിൽ സംഭവിച്ചിട്ടില്ലാത്ത പുതിയ പുതിയ സംഭവവികാസങ്ങൾ അനേക രാജ്യങ്ങളെയും അനേക പ്രിയപ്പെട്ടവരെയും ഞെട്ടിക്കുന്ന നിലയിലാണ് കാര്യങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതി. മാധ്യമങ്ങളും ശാസ്ത്രജ്ഞന്മാരും ഒക്കെ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും അപ്പോൾ തന്നെ ലോകത്തിന്റെ മുൻപിൽ അനേക വിഷയങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിൽ തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായ വർഗീയ കലാപങ്ങളും മറ്റ് ഇതര ബുദ്ധിമുട്ടുകളും ആ രാജ്യത്തിൽ കടുത്ത പ്രതിസന്ധികൾ ഉണ്ടാക്കുകയും തെരുവ് യുദ്ധം പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ആ രാജ്യത്തിൽ വന്ന് സംഭവിക്കുകയും അത് ലോക ചരിത്രത്തിൽ തന്നെ എന്നും മാഞ്ഞുപോകാത്ത ഒരു വിഷയമായി നിലകൊള്ളുകയാണ്. അവിടുത്തെ ഗവൺമെന്റ് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത നിലയിലുള്ള പ്രയാസങ്ങൾ നേരിട്ടുവെങ്കിലും അനേകര് ആ രാജ്യത്തിനായി അവിടെയുള്ള ഗവൺമെന്റിനായി ഒക്കെ പ്രാർത്ഥിച്ച നിമിത്തം ചില വ്യത്യാസങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ വലിയ കരുണയ്ക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ത്യയിലും സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ട് എന്നുള്ളത് ഗവൺമെന്റ് തന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരള സംസ്ഥാനത്തിലും വളരെ ബുദ്ധിമുട്ടുകൾ നിലനിൽക്കുകയാണ്.
ഇതൊക്കെ നമ്മുടെ കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിക്കുന്നു എന്നുള്ള വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വരപ്രകാരം നമുക്ക് സ്വീകരിക്കുവാൻ കഴിയുന്നു. ഒരു വേദഭാഗം വായിച്ച് അല്പസമയം ദൈവത്തിന്റെ വചനം പങ്കിടുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അതിന് ആധാരമായി അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. ഞാൻ നല്ല പോർ പൊരുതു, അല്ലെങ്കിൽ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. 8-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും തന്നെ, അഥവാ അവന്റെ പ്രത്യക്ഷയ്ക്കായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഏവർക്കും തന്നെ എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈടുറ്റ ലേഖനങ്ങൾ ശ്രീകനായ പൗലോസ് ദൈവനാമ മഹത്വത്തിന് വേണ്ടി രചിച്ചിട്ടുണ്ട്. ദൈവസഭയുടെ പ്രത്യാശ വർദ്ധിപ്പിക്കുന്ന വിധത്തിലാണ് ലേഖനധാര ശ്രീകനായ പൗലോസ് നമുക്ക് വേണ്ടി ലേഖനങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി നൽകിയിട്ടുള്ളത്. അത് എക്കാലത്തും ദൈവസഭയുടെ വളർച്ചയ്ക്കും ദൈവജനത്തിന്റെ ഗുണീകരണത്തിനും സ്വർഗീയമായ പ്രത്യാശ ദൈവജനത്തിന് അടിസ്ഥാനം നൽകി നമ്മെ ആത്മമായിട്ട് വാർത്തെടുക്കുന്നതിനും ലേഖനങ്ങൾ എപ്പോഴും ദൈവസഭയ്ക്ക് ഉപകാരപ്രദമാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഒരു വലിയ ആത്മീയ വിപ്ലവകാരിയായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. ധീരതയോടെ സുവിശേഷ ഘോഷണത്തിൽ തന്റെ മികവ് തെളിയിക്കുന്നതിനും യേശുക്രിസ്തുവിന്റെ സഭയുടെ ഭാഗമായി തീരുന്നതിനും അനേകം ആത്മാക്കളെ നേടുന്നതിനും പരസ്യ യോഗങ്ങളും പരസ്യ പ്രവർത്തനങ്ങളും അപ്പോൾ തന്നെ ദൈവം തന്നെ ഏൽപ്പിച്ച ആത്മീയ ശുശ്രൂഷ നിറപടിയായി ചെയ്യുന്നതിനും ദൈവജനത്തോട് കൂറു പുലർത്തുന്നതിനും സത്യസന്ധമായും നിഷ്പക്ഷമായും ആത്മീയ തീരുമാനങ്ങൾ കൈക്കൊണ്ട് ദൈവസഭയ്ക്ക് മുതൽക്കൂട്ടായി തീർന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവവൃത്തനായിരുന്നു അപ്പോസ്തലനായ പൗലോസ് എന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം തന്നെയാണ്. തന്റെ നിര്യാണ കാലം അടുത്തിരിക്കുന്ന സമയത്ത് ആ കാര്യം ദൈവം തനിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും തന്റെ സഹശുശ്രൂഷകനായ സഹപ്രവർത്തനായ തിമോത്തിയോസ് അപ്പോസ്തലനായ പൗലോസിന് ചെയ്തു തീർക്കാൻ കഴിയാത്ത മഹത്വമുള്ള ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടി, തന്നെ ധൈര്യപ്പെടുത്തുന്നതിന് വേണ്ടി ശുശ്രൂഷയുടെ മാനദണ്ഡം എന്താണെന്ന് തന്നെ ആത്മീയ ഭാഷയിൽ ഓർമ്മപ്പെടുത്തുന്നതിനൊക്കെയാണ് ശ്രീകനായ പൗലോസ് ലേഖനം എഴുതുവാൻ ആത്മാവിൽ താൻ പ്രേരിതനായി തീർന്നു. തിമോത്തിയോസിലെ ലേഖനം നാം പഠിക്കുമ്പോൾ ഈ ലേഖനത്തിൽ പ്രധാനപ്പെട്ട 9 കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കുന്നു. അക്കമിട്ട് പലയിടത്തായി അപ്പോസ്തലനായ പൗലോസ് ആ കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം ഉന്നത ഭാവം കൂടാതെ ജീവിക്കുക എന്നുള്ളതാണ്. ഇന്ന് കണ്ടുവരുന്ന ഒരു വല്ലാത്ത പ്രവണതയാണ് ഏതൊരു മനുഷ്യനും ഉന്നത ഭാവത്തോടെ ജീവിക്കുക എന്നുള്ള കാര്യത്തിന് വളരെ താല്പര്യരായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. 101-ാം സങ്കീർത്തനത്തിന്റെ 5-ാമത്തെ വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗം പരിശോധിക്കുമ്പോൾ ഉന്നത ഭാവവും നിഗള ഹൃദയമുള്ളവനെ ഞാൻ സഹായിക്കുകയില്ലെന്നും മറ്റൊരു തർജ്ജിമയിൽ സഹിക്കുകയില്ല എന്നാണ് വായിപ്പാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഉന്നത ഭാഗം എന്നുള്ളത്
ദൈവത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത വിഷയം തന്നെയാണ്. അതുകൊണ്ട് ഉന്നത ഭാവമല്ല നമുക്ക് ഓരോരുത്തർക്കും ആവശ്യം. അതിനേക്കാൾ ഉപരിയായ ദൈവവചനത്തിന്റെ മാതൃക ജീവിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. തിമോത്തിയോസ് ഒരു യൗവനക്കാരനാണ്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെയുള്ള അനുഭവം എനിക്ക് ഉണ്ടാകരുത് എന്ന് ശ്രീകനായ പൗലോസ് തന്റെ ലേഖനത്തിൽ ഓർപ്പിക്കുകയാണ്. അടുത്ത രണ്ടാമത്തെ കാര്യം, ധനത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കരുത് എന്നുള്ള ഒരു ആത്മവ്യവസ്ഥയാണ്. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. വാടക കെട്ടിടത്തിൽ അദ്ദേഹം താമസിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടിനെ കുറിച്ച് ചിലയിടത്തിലൊക്കെ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം ഒരിക്കലും പണത്തിന് കൊടുക്കുവാൻ അപ്പോസ്തല ജീവിതത്തിൽ ഇടവന്നിട്ടില്ല. താഴ്ചയിലിരിക്കുവാനും സമർത്ഥയിലിരിക്കുവാനും എനിക്ക് അറിയാം, എല്ലാം ഞാൻ ശീലിച്ചിട്ടുണ്ട് എന്നാണ് ലേഖനത്തിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് ദൈവത്തെക്കാൾ കൂടുതൽ, ദൈവഹിതത്തെക്കാൾ കൂടുതൽ പണത്തിന് പ്രാധാന്യം കൊടുത്ത്, അല്ലെങ്കിൽ ധനത്തിന് പ്രാധാന്യം കൊടുത്ത് പണത്തെ ദൈവമാക്കുന്ന ഒരവസ്ഥയിലേക്ക് എല്ലാവരും, അല്ലെങ്കിലും പലരും അതിന് അടിമയായി തീർന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ധനം എനിക്ക് നിങ്ങൾക്കും ആവശ്യമാണ്. ധനമില്ലാതെ ഈ ഭൂമിയിൽ ജീവിപ്പാൻ സാധ്യമല്ല. ഉപജീവന മാർഗത്തിന് വേണ്ടിയുള്ള ഒരു വഴി ദൈവം തെളിയിച്ചു തരുമ്പോൾ അത് നന്ദിയോടെ സ്വീകരിച്ച് ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കുകയും പണം ഉപയോഗിക്കുകയും താഴ്മയോടെ ജീവിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യം തന്നെയാണ്. ഉന്നത ഭാവത്തോടെ ജീവിച്ച അനേകരെ ഇന്ന് പരാജയപ്പെട്ടവരായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതേ കുത്തനെ നിലം പതിക്കത്തക്ക രീതിയിൽ പലരും തകർന്ന് തരിപ്പണമായി തീർന്നു. പണത്തിനു വേണ്ടി കൊലപാതകം നടത്തുന്നു, പണത്തിനു വേണ്ടി പീഡനങ്ങൾ നടത്തുന്നു, പണത്തിന് പ്രാധാന്യം കൊടുത്ത് മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ട അർഹമായ സ്ഥാനം കൊടുക്കാതെ ഇരിക്കുന്നു. ഭിന്നതകളും ഇടർച്ചകളും അനവധി വർദ്ധിക്കുന്നു. രാജ്യങ്ങളെ പിടിച്ചെടുക്കുവാൻ രാജ്യങ്ങൾ, സംസ്ഥാനങ്ങളെ പിടിച്ചെടുക്കുവാൻ മറ്റു സംസ്ഥാനങ്ങൾ, ഉന്നതന്മാരായ ആളുകൾ അവരെക്കാൾ മറ്റുള്ളവര് ഉന്നതരായി തീരാതിരിക്കാൻ വേണ്ടിയുള്ള അനേക പ്രവണതകൾ വർദ്ധിക്കുകയാണ്. ഒരു രാജ്യം ഉയരുന്നത് മറ്റൊരു രാജ്യത്തിന് ഇഷ്ടമല്ല. ഒരു മനുഷ്യൻ ഉയരുന്നത് മറ്റൊരു മനുഷ്യന് ഇഷ്ടമല്ല. ഒരു കുടുംബം ഉയരുന്നത് മറ്റൊരു കുടുംബത്തിന് ഇഷ്ടമല്ല. അത്തരത്തിൽ കാര്യങ്ങൾ ലോക സംവിധാനത്തിൽ മുൻപോട്ട് വന്നിരിക്കുകയാണ്. അനേക വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ലേഖനമാണെങ്കിലും ശ്രീലായ പൗലോസ് ഓർപ്പിക്കുകയാണ്, ധനത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാതിരിക്കുക. പ്രിയപ്പെട്ടവരെ, ധനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയും ധനം സമ്പാദിക്കുന്നതിന് വേണ്ടിയും അത് കൂട്ടിവെക്കുന്നതിന് വേണ്ടിയുള്ള വ്യഗ്രത അനേകർക്ക് വർദ്ധിക്കുകയാണ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവാൻ അനേകർ കഴിയുന്നില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്ന കാര്യങ്ങൾ ദൈവം നടത്തി തരുന്നു. അത് ദൈവത്തിന്റെ ഏറ്റവും വലിയ കരുണയാണ്, ഏറ്റവും വലിയ വിശ്വസ്തയാണ്. ദൈവം ഒരിക്കലും നമ്മെ കൈവിടുന്ന ദൈവമല്ല. ഒരിക്കലും ദൈവം നമ്മളെ തരം താഴ്ത്തുന്ന ദൈവമല്ല. മാന്യമായി ജീവിക്കാനുള്ള അവസരങ്ങൾ ദൈവം തരുമ്പോൾ അത് സന്തോഷിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആകയാൽ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം ദൈവത്തിന് കൊടുത്തുകൊണ്ട് മാന്യമായ ദൈവത്തെ സ്നേഹിപ്പാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ആദിമസഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ അവർ ജീവനേക്കാൾ ഉപരിയായി, അവരുടെ കുടുംബത്തെക്കാൾ ഉപരിയായി, അവരുടെ തലമുറയേക്കാൾ ഉപരിയായി, അവരെ ആമെ സമ്പത്തിനേക്കാൾ ഉപരിയായി ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുത്തു. അതാണ് ആത്മീയരുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ന്
ആത്മീയത്തിന് വിലയില്ല. ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കുന്നില്ല. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുന്നില്ല. ദൈവത്തിന് താഴ്ന്ന പോലെ താഴുന്നില്ല. ദൈവത്തിന് സഹിക്കുവാൻ കഴിയാത്തതിനുള്ള സ്വഭാവ വൈകൃതങ്ങൾ അനേകം കാണിക്കുമ്പോൾ, പാപത്തിന്റെ പ്രവണതയിൽ അനേകം കുടുങ്ങിക്കിടക്കുമ്പോൾ, ദൈവത്തിന് കൊടുക്കേണ്ട മാന്യതയും ബഹുമാനം കൊടുത്ത് ജീവിക്കുവാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ യഥാർത്ഥ ആത്മീയരാ ജീവിക്കുവാൻ നമ്മളെ കൊണ്ട് കഴിയത്തില്ല. വേഷം കെട്ടുവാനല്ല പ്രിയപ്പെട്ടവരെ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആത്മീയ യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങി വരുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത് ഞാൻ ഓർപ്പിച്ചു, ഉന്നത ഭാവം കൂടാതെ ജീവിക്കുക. രണ്ടാമത് ഞാൻ ഓർപ്പിച്ചു, ധനത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാതിരിക്കുക. നമ്മുടെ കുറുവാക്യം മറക്കരുത്. ഞാൻ നല്ലപോലെ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ എടുത്തു പറയുകയാണ്. ഒന്ന്, ഞാൻ നല്ലപോലെ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഒരു ആത്മീയ ലക്ഷ്യസ്ഥാനമുണ്ട്. അതാണ് പ്രിയപ്പെട്ടവരെ നിത്യത എന്ന് പറയുന്നത്. അത് നേടുവാൻ വേണ്ടി ഏത് വിലയും കൊടുക്കുവാൻ നാം ഓരോരുത്തരും തയ്യാറാകേണ്ടിയിരിക്കുന്നു. അനേകർ നിത്യത കളഞ്ഞു കുളിച്ച്, ആത്മവിഷയങ്ങൾ കളഞ്ഞു കുളിച്ച്, സ്വർഗീയമായ വിഷയത്തിന് പ്രാധാന്യം കൊടുക്കാതെ ലോകത്തിന് ഇരയായിത്തീരുമ്പോൾ, പാപത്തിന് ഇരയായിത്തീരുമ്പോൾ, ലോകമോഹങ്ങൾക്ക് അത് ഇരയായിത്തീരുമ്പോൾ, അതിന് അടിമയായിത്തീരുമ്പോൾ, ലോകത്തിനോ ലോകമോഹത്തിനോ അടിമയായിത്തീരാതെ കർത്താവിന്റെ സന്നിധിയിൽ ആമേ സമർപ്പണത്തോടെ ജീവിക്കണം എന്നുള്ളതാണ് ഓരോ ഭക്തനെ കുറിച്ചും ഓരോ ദൈവത്തിനെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി പ്രത്യേക കൃപ ദൈവം നമ്മുടെ മേൽ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തത്, സൽപ്രവൃത്തികൾ ചെയ്യുവാൻ. 3, സൽപ്രവൃത്തികൾ ചെയ്യുവാൻ ഉത്സാഹിക്കുക. അനേകം ധാരാളം അവസരങ്ങൾ ദൈവം കൊടുത്തുവെങ്കിലും വേണ്ട വിധത്തിൽ സൽപ്രവൃത്തികൾ ചെയ്യുവാൻ അവരെ കൊണ്ട് കഴിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള നാളുകളിൽ ഏതെല്ലാം സൽപ്രവൃത്തികൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തെടുക്കുവാൻ ദൈവം നമുക്ക് ആഗ്രഹിക്കുകയാണ്. അതും വിശുദ്ധ പ്രമാണത്തിന്റെ അടിസ്ഥാനം തന്നെയാണ്. 4, ജീവനുള്ള ദൈവത്തിൽ അധിക പ്രത്യാശ വെക്കുക. ഇതെല്ലാം അപ്പോസ്തലനായ പൗലോസ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ട് തന്റെ സഹശുശ്രൂഷകന്മാരെ ബോധ്യപ്പെടുത്തുകയാണ്. എന്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു, അല്പസമയം കൂടെയുള്ളൂ. കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായി തീരുവാൻ ഭാഗ്യം ലഭിച്ച അനുഗ്രഹിക്കപ്പെട്ട ദൈവഭക്തനായ സ്നേഹനായ പൗലോസിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തിന്റെ ചുടുചോര ചൊരിഞ്ഞ രക്തം ഇന്നും സുവിശേഷത്തിന്റെ ശക്തിയായി ഈ ലോകത്തിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്തീയ സമൂഹങ്ങൾ പുണ്യവാളന്മാരെ അവയെ വാഴിക്കുകയാണ്. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം അതേ മറ്റ് പല നിലയിൽ ആ ദൈവങ്ങൾ കൊടുക്കുകയാണ്. ആ ദൈവത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത് യഥാർത്ഥ ദൈവത്തിനാണ് ഏറ്റവും വലിയ പ്രസക്തി. വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് ഞാനല്ലാതെ മറ്റു ദൈവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകരുത്, യഥാർത്ഥ ദൈവത്തെ സേവിക്കണം, യഥാർത്ഥ ദൈവത്തെ ആരാധിക്കണം എന്നുള്ളതാണ് വിശുദ്ധ പ്രമാണത്തിന്റെ ശ്രേഷ്ഠത. ഇതൊക്കെയും മറന്നുകൊണ്ട് ഇതിനൊക്കെ പ്രാധാന്യം കൊടുക്കാതെ വണ്ണം സ്വന്തം ഇഷ്ടമനുസരിച്ച് സ്വന്തം താല്പര്യമനുസരിച്ച് നമ്മുടെ ജീവിതം മുൻപോട്ട് പോകുന്നെങ്കിൽ ഒരു തകർച്ചയാണ് ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ലോകം ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുത്തില്ലെങ്കിൽ, ദൈവത്തിന് കൊടുക്കേണ്ട അത് മഹത്വം കൊടുത്തില്ലെങ്കിൽ ലോകം ഒരു തകർച്ചയിലേക്ക് പോകും. രാജ്യങ്ങൾ തകർച്ചയിലേക്ക് പോകും, കുടുംബങ്ങൾ തകർച്ചയിലേക്ക് പോകും. അത് ദൈവത്തെ അറിയാത്ത യുവതലമുറകൾ തകർച്ചയിലേക്ക് പോകും. ആർക്കും അവ രക്ഷിക്കുവാൻ സാധ്യമല്ല, ആർക്കും സഹായിക്കുവാൻ സാധ്യമല്ല. ആകയാൽ കാലഘട്ടത്തിന്റെ സാഹചര്യം തിരിച്ചറിഞ്ഞ്, കാലഘട്ടത്തിന്റെ പ്രസക്തി തിരിച്ചറിഞ്ഞ് ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ജീവൻ കൊടുക്കുവാൻ, ആമേ ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ആമേ നാമത്തിനെ സമർപ്പിക്കുവാൻ ഒരുക്കപ്പെടുന്നുവെങ്കിൽ ഈ ആമേ ദൈവം നമുക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്ത് ഈ ഭൂമിയിൽ നമ്മെ അനുഗ്രഹിക്കുവാൻ, ധന്യമാക്കുവാൻ, നമുക്ക് വേണ്ടിയുള്ള എല്ലാ സ്വർഗീയ കരുതലും നമുക്ക് വേണ്ടി നൽകി തരുവാൻ ദൈവം കരുണയുള്ള ദൈവം തന്നെയാണ്. ഈ ദൈവം ഇന്നും എന്നേക്കും നമ്മുടെ ദൈവമാണ്. ജീവപര്യന്തം നമ്മെ സഹായിപ്പാൻ
നമ്മുടെ കരുണ കാണിക്കുവാൻ, നമ്മെ പിടിയിരിക്കുവാൻ, നമ്മളെ വേണ്ടുന്ന പോലെ ആര് ഗൗനിച്ചില്ലെങ്കിലും നമുക്കൊരു അംഗീകാരം തരുവാൻ ദൈവം നമ്മെ കുറിച്ച് വളരെയധികം ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അടുത്തത്, പരമാവധി നാം നന്മ ചെയ്യുക. അടുത്തത്, പ്രാപ്തി പോലെ മറ്റുള്ളവരെ സഹായിക്കുക. ആത്മീയ കൂട്ടായ്മ ആചരിക്കുന്നതിന് കൂടുതൽ പ്രാധാന്യം നൽകുക, അല്ലെങ്കിൽ ആത്മീയ വിഷയങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുക. അടുത്തത്, സ്വർഗത്തിൽ നിക്ഷേപം ശേഖരിക്കുക. ഈ ഭൂമിയിൽ ധാരാളം നിക്ഷേപങ്ങൾ നാം ശേഖരിക്കുന്നുവെങ്കിൽ അതിനേക്കാൾ ഉപരിയായി സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഒരു ഉത്തമ സമ്പത്തുണ്ടെന്നറിഞ്ഞ് സമ്പത്തോടെ അപകാരം സന്തോഷത്തോടെ സഹിച്ചവരാണ് ആദ്യ ഭക്തന്മാർ. അത് അവർക്ക് അനുഗ്രഹമായി തീർന്നു. ദൈവനാമം എന്നും മഹത്വമുള്ള നാമമാണ്. ദൈവനാമം എന്നും ശ്രേഷ്ഠതയുള്ള നാമമാണ്. ഈ നാമത്തെ ആര് തച്ചുടയ്ക്കാൻ നോക്കിയാലും തച്ചുടയ്ക്കാൻ നോക്കുന്നവർ പരാജയപ്പെടുന്നതല്ലാതെ ദൈവനാമത്തെ തച്ചുടയ്ക്കുവാൻ ആർക്കും സാധ്യമല്ല. നിരീശ്വരന്മാർ കച്ചകെട്ടി ഇറങ്ങിയിട്ടും അവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. തത്വശാസ്ത്രജ്ഞന്മാരും ആമയ സ്തോത്രം രാജാക്കന്മാരും ഒക്കെ വിശുദ്ധ പ്രമാണത്തിന് പ്രാധാന്യം കൊടുക്കാതെ മുന്നേറിയവരുണ്ട്. അവരൊക്കെ അത് പരാജയപ്പെട്ട് ലോകത്തിൽ അസ്തമിച്ചു പോയപ്പോൾ ഇന്നും ഈ ജീവന്റെ ശക്തിയും ജീവന്റെ വചനവും നിലനിൽക്കുകയാണ്. ഇത് വിശുദ്ധ പ്രമാണമാണ്. ഇത് അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനമാണ്. ഇത് ഉൾക്കൊള്ളുവാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുവെങ്കിൽ ദൈവത്തിന് സ്തോത്രം. നമ്മളെ ഏതു വിധത്തിൽ മാനിക്കുവാൻ, ഏതു വിധത്തിൽ അനുഗ്രഹിക്കുവാൻ ദൈവത്തെ കൊണ്ട് കഴിയുമോ അത് ദൈവം ചെയ്തിരിക്കും എന്നുള്ളത് നാം ഒരിക്കലും മറന്നു പോകരുത്. ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കുവാൻ, ദൈവത്തിന് കൊടുക്കേണ്ട അർഹമായ സ്ഥാനം കൊടുക്കുവാൻ നാം മനസ്സ് വെക്കുന്നുവെങ്കിൽ നമ്മുടെ ഏത് വിഷയത്തിലും പ്രവർത്തിപ്പാൻ ദൈവം വിശ്വസ്തൻ തന്നെയാണ്. അടുത്തത്, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. 1 തിമോഥെയോസ് ലേഖനം 6-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം പരിശോധിക്കുമ്പോൾ വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക. ഇവിടെ ഞാൻ പറയുന്നു 1 തിമോഥെയോസ് 6:12 നാം വായിക്കുന്നു, വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അനുഗ്രഹിക്കപ്പെട്ട ഒരു ലേഖനമാണ് നാം ഇന്ന് ഇവിടെ വായിച്ചത്. ലേഖനത്തിൽ കൂടി ദൈവത്തിന്റെ ആത്മാവുകളെ ശക്തമായി നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. 2ാം ഭാഗത്ത് നാം വായിക്കുന്നത്, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും തന്നെ. പ്രിയപ്പെട്ടവരെ, ആ വലിയ മഹത്വമുള്ള ദൈവിക അനുഗ്രഹം പ്രാപിക്കുവാൻ അപ്പോസ്തലനായ പൗലോസ് ആഗ്രഹിക്കുകയും അത് തനിക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചിരിക്കുന്ന ഏവർക്കും, അല്ലെങ്കിൽ അവന്റെ പ്രത്യക്ഷതയ്ക്കായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഏവർക്കും തന്നെയെന്ന് എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ഞാൻ അല്പസമയം ദൈവത്തിന്റെ മനസ്സ് സംസാരിച്ചു. ഏറ്റവും ഒടുവിൽ പറഞ്ഞു നിർത്തുന്നത് കർത്താവിന്റെ വരവിന് വേണ്ടി ഞാനും നാം ഓരോരുത്തരും ഒരുങ്ങുക എന്നുള്ളതാണ്. നമ്മുടെ തലകളെ സ്വർഗത്തിലേക്ക് ഉയർത്തി ദൈവഹിതം തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട നമ്മളെ വിളിച്ചിറക്കിയ ദൈവം വിശ്വസ്തനെന്ന് ജീവിതത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് എപ്പോഴും നമ്മുടെ ഓട്ടം തേയ്ക്കാനുള്ള വ്യഗ്രത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അനേകർ ഓടുന്നുണ്ട് പ്രിയപ്പെട്ടവരെ, ഓട്ടക്കളത്തിൽ അനേകർ ഓടുന്നുവെങ്കിൽ പക്ഷെ എല്ലാവർക്കും വിരുദ്ധ പ്രാപിക്കാൻ സാധ്യമല്ല. ഓട്ടത്തിന്റെ നിയമം അനുസരിച്ചും അതിന്റെ വ്യവസ്ഥയനുസരിച്ചും അതേ ഓടേണ്ട പാതയിൽ കൂടെ ഓടിയെങ്കിൽ മാത്രമേ ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ കഴിയത്തുള്ളൂ. ലോകത്തിന്റെ ഭാര്യയും നമുക്കറിയാം ഇറങ്ങി തിരിച്ചവളാണ്. എന്നാൽ പിറകോട്ട് നോക്കി ഉപ്പ് തൂണായി തീർന്നു. അത് നമുക്കൊരു ദൃഷ്ടാന്തമായി ഇന്ന് നിലകൊള്ളുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം എത്ര വിശ്വസ്തനാണ്. കഴിഞ്ഞ ദിവസമൊക്കെയും COVID-19 നിമിത്തം അനേക പ്രിയപ്പെട്ട ലോകത്ത് മാറ്റപ്പെടും. അവരെ ഓർത്ത് നമുക്ക് ദുഃഖമുണ്ട്, പ്രയാസമുണ്ട്. അവരുടെ കുടുംബങ്ങളെ ഓർത്ത് നമുക്ക് ദുഃഖമുണ്ട്. എന്നാൽ ആ മരിച്ചവരുടെ കൂട്ടത്തിൽ, ലോകത്തുനിന്ന് മാറ്റപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു ദൈവവേദനുണ്ടെങ്കിൽ അവർക്ക് ആശങ്കയ്ക്ക് വകയില്ല. മനുഷ്യരാണെങ്കിൽ രോഗം വരാം, ഏത് തരത്തിലുള്ള രോഗം വരാം,
മരണം സംഭവിക്കാം, ഏതു തരത്തിലുള്ള മരണം സംഭവിക്കാം. എന്നാൽ ഒരു ദൈവത്തിനെ സംബന്ധിച്ചോളം അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം നൽകിയിരിക്കുകയാണ്. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞാൽ ഏത് അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ നമ്മുടെ കർത്താവിനെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. നാം അറിഞ്ഞോ അറിയാതെയോ പാപത്തിന്റെ സ്വഭാവങ്ങളോ പാപത്തിന്റെ ഇഷ്ടങ്ങളോ പാപത്തിന്റെ താല്പര്യങ്ങളോ നമ്മെ അടിമയാക്കിയിട്ടുണ്ടെങ്കിൽ ആ അടിമ നിമിത്തം നിന്ന് രക്ഷിക്കുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഈ ദൈവവചനം കേൾക്കുമ്പോൾ ആഴമായൊരു സമർപ്പണം നമ്മൾ ഉണ്ടാകട്ടെ. സ്വർഗീയ പ്രത്യാശ കൊണ്ട് നാം നിറയപ്പെടുമാറാകട്ടെ. ഞാൻ നല്ലപോലെ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു എന്നുള്ള ഉറച്ച വിശ്വാസം അപ്പോസ്തലനായ പൗലോസ് ജീവിതത്തിൽ പ്രാപിച്ചെടുത്തു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. ദൈവസഭയെ പരിശുദ്ധാത്മാവ് ഒരുക്കൊണ്ടിരിക്കുകയാണ്. അനേകർ മലിനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അനേകർ നിഷ്കളങ്കരായി ജീവിക്കേണ്ടവരാണ്. എന്നാൽ നിഷ്കളങ്കരായി ജീവിക്കാതെ അവരുടെ ജീവിതത്തെ മലിനമാക്കുമ്പോൾ അങ്ങനെയുള്ള ജീവിതമല്ല ദൈവം നമുക്ക് ആഗ്രഹിക്കുന്നത്. താഴ്മയോടും വിനയത്തോടും ദൈവത്തോടും ജീവിച്ച് ദൈവ മഹത്വം നമ്മൾക്കൂടെ വെളിപ്പെടുത്തി കർത്താവിന്റെ വരവിന് ഒരുങ്ങുവാൻ ദൈവത്തിന്റെ പ്രത്യേക കൃപ ദൈവം നമുക്ക് തരട്ടെ. കർത്താവിന് താമസിച്ചാൽ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ നാം ഉൾപ്പെട്ടു നിൽക്കുന്ന സഭകളിൽ ഉപാധികളോടുകൂടി ദൈവത്തെ ആരാധിക്കാനുള്ള സാവകാശങ്ങൾ ഗവൺമെന്റ് നൽകിയിരിക്കുകയാണ്. കർത്താവിന്റെ അതെ ഒരുമിച്ച് കൂടി വന്ന് എല്ലാവർക്കും ദൈവത്തെ ആരാധിക്കത്തക്ക രീതിയിൽ പരിശുദ്ധ ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് ദൈവം ഒരുക്കട്ടെ. അതിനുള്ള കൃപകൾ ദൈവം നമുക്ക് തരട്ടെ. എത്രയും വേഗത്തിൽ അതെ രോഗത്തിന്റെയും രോഗശക്തിയുടെയും കയ്യിൽ നിന്ന് ജീവിതങ്ങൾ വിടുവിക്കപ്പെട്ട് രാജ്യങ്ങൾ വിടുവിക്കപ്പെട്ട് കർത്താവിന്റെ വിലപ്പെട്ട മഹത്വം കാണുവാൻ ദൈവം ഇടവരുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. വേദനയിലോ പ്രയാസത്തിലോ ഭാരത്തിലോ ജീവിതത്തിന്റെ അതേ ബുദ്ധിമുട്ടിലോ നിങ്ങൾ ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് കേട്ട വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകട്ടെ, നിങ്ങൾ ബലം പ്രാപിച്ചവരാകട്ടെ, നിങ്ങൾ ഒന്നുകൂടെ ദൈവസേനയിൽ ഒരുക്കപ്പെട്ടവരായിത്തീരട്ടെ എന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. വരുവാനുള്ളവർ വരും താമസിക്കുകയില്ല. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. കർത്താവിനെ താമസിച്ച വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കാൻ അക്കരെ എത്തുവാൻ ആവശ്യമായ അല്ലെങ്കിൽ സ്വർഗത്തിലെത്തുവാൻ ആവശ്യമായ എല്ലാ സുഖ്യകൃപയും ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സുഖ്യപിതാവേ, നല്ല വിലപ്പെട്ട സമയത്തിന് ആ ദൈവത്തെ സ്തുതിക്കുക. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന് പകരം സംസാരിക്കാൻ ലഭിച്ച വിലപ്പെട്ട അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വരവിനായി അനുഗ്രഹം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവത്തിന്റെ വചനം ഞങ്ങൾക്ക് അനുഗ്രഹമാണ്, ബലമാണ്, സന്തോഷമാണ്. ഞങ്ങളുടെ പ്രത്യാശ പുതുക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ലോകരാജ്യങ്ങൾക്കായി പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. വീണ്ടും എല്ലാ ലോകരാജ്യങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ രാജ്യങ്ങളോട് ദൈവത്തിന്റെ മനസ്സിലും ദൈവത്തിന്റെ കൃപയുണ്ടാകുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വർഗീയമായ അതേ പ്രതിസന്ധിയും അതേ രാജ്യത്തിനുണ്ടാകുന്ന മറ്റ് വിഷമമുള്ള പ്രതിസന്ധികളും അനേകയിടത്ത് വർദ്ധിക്കുമ്പോൾ യുദ്ധത്തിന് വേണ്ടി ചില രാജ്യങ്ങൾ തയ്യാറാകുന്നു. യുദ്ധഭീഷണികൾ മുഴക്കുന്നു. രോഗത്തിന്റെ അതേ പ്രയാസ നിമിത്തം അനേകർ കഷ്ടപ്പെടുന്നു. അങ്ങനെ ലോകത്തിന് വല്ലാത്ത വിപത്തുകളും വല്ലാത്ത പ്രതിസന്ധികളും സംഭവിച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ വലിയ കൃപയ്ക്കായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എന്നാൽ ലോകത്തെ ഭരിക്കുന്ന എല്ലാ ഭരണാധികാരികളുടെ ദൈവങ്ങളെ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇന്ത്യക്കായി പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കായി പ്രാർത്ഥിക്കുന്നു. കേരളത്തിനായി പ്രാർത്ഥിക്കുന്നു. അതേ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രാർത്ഥന ആവശ്യപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ സ്ഥലം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഒരു താമസിച്ചാൽ അടുത്ത ആഴ്ചയിൽ ദൈവത്തെ ആരാധിക്കുന്ന സാവകാശങ്ങൾ ഗവൺമെന്റ് നൽകിയിരിക്കുന്നു. അത് പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കോവിഡ്-19 പ്രയാസത്താൽ ഭാരപ്പെടുന്ന അനേകർ വിവിധ രാജ്യങ്ങളിൽ വിവിധ ഇടങ്ങളിലുണ്ട്. അവരെ എല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സമാധാനത്തിന്റെയും സ്വസ്ഥതയുടെയും ആശ്വാസത്തിന്റെയും അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാനായിട്ട് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും അങ്ങേക്ക് തരുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. God bless you. Thank you.